നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രം ചിലരുടെ ജീവിതത്തിൽ ചില യാദൃശ്ചികതകൾ കരുതിവെക്കും. 3 പതിറ്റാണ്ടിന് മുൻപ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ തെരുവിൽ പോലീസിന്റെ ലാത്തിചാർജും എല്ലുപൊട്ടുന്ന മർദ്ദനവും ഏറ്റുവാങ്ങിയ ഒരു ABVP വിദ്യാർത്ഥിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതേ പ്രശ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് തന്നെ കേന്ദ്ര മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസങ്ങളായി തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രഖ്യാപനം. പ്രധാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇത്. 1997 ഒഡീഷയിൽ കോൺഗ്രസ് ഭരണകാലത്ത് ചോദ്യപേപ്പർ ചോർന്നപ്പോൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 1500ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തി സമരം നയിച്ച ABVP ദേശീയ സെക്രട്ടറിയായിരുന്നു പ്രധാൻ. അന്ന് ആ പ്രതിഷേധത്തിന് നേരെ പോലീസ് ക്രൂരമായ ലാത്തിചാർജ് നടത്തുകയും ധർമ്മേന്ദ്ര പ്രധാന്റെ എല്ലുകൾക്ക് പൊട്ടലേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് നടത്തിയ ആ പോരാട്ടം പിന്നീട് ഒഡീഷയിൽ BJPക്ക് സംഘടനാപരമായി അടിത്തറയുണ്ടാകുന്നതിലും കാര്യമായ പങ്ക് വഹിച്ചു. ധർമ്മേന്ദ്ര പ്രധാനെ BJP നേതൃത്വത്തിലെത്തിക്കുന്നതിലും ആ പോരാട്ടം വലിയ പങ്കായിരുന്നു വഹിച്ചത്. എന്നാൽ കാലം തിരിച്ചുവെച്ച വിധി പോലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും രാജ്യമൊട്ടാകെ കൊടുങ്കാറ്റായപ്പോൾ വിചാരണക്കൂട്ടിൽ നിന്നത് അതേ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ. അന്ന് ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി നേതാവ് ഇന്ന് സമാനമായ വിഷയത്തിൽ ജനരോക്ഷം തടയാനാവാതെ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. CJP നേതാക്കളുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യത്തുടനീളം പടർന്നു പിടിച്ചതോടെ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദവും ശക്തമായി. ഇതിന് പിന്നാലെയായിരുന്നു ഇന്നലെ തന്റേതായ കാരണങ്ങളാൽ താൻ രാജിവെക്കുന്നുവെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്.